സിമ്പിളായിട്ടുള്ളൊരു അടിപൊളി വാൾ ഡെക്കർ ഉണ്ടാക്കിയാലോ? ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ, പഴയ ബുക്കിൻ്റെ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തിട്ട് വന്നോളൂ. ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ എടുക്കണേ. ഇത് ഈ കാണുന്ന പോലത്തെ അളവിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണ്ടോ. എന്നിട്ട് അത് ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തിട്ട് പെൻസിലും കൊണ്ട് നമ്മൾ ഹേർട്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ അകത്ത്. എന്നിട്ട് ഇതാ ഒരു ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ടിയിലൊക്കെ നല്ല സിമ്പിളുള്ള പരിപാടിയല്ലേ, വേഗം തീരും കേട്ടോ. എനിക്ക് വേറെ സാധനങ്ങൾ ഉണ്ടാക്കണതിനേക്കാൾ ഇഷ്ടം ഈ വാൾ ഡെക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, വേഗം പണിയും തരും കേട്ടോ. അങ്ങനെ അത് ആ ഒരു ഷേപ്പിൽ വെട്ടി കഴിഞ്ഞിട്ട് നമ്മളത് തുറന്നിട്ട് അതിൻ്റെ താഴെയും കൂടി ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണേ. അങ്ങനെ ഇതുപോലെ തന്നെ നമുക്കിനി എത്രത്തോളം വേണോ അത്രത്തോളം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഞാൻ ആദ്യം 16 എണ്ണമായിട്ട് വെട്ടിയെടുത്തത്. ശരിക്കും എനിക്ക് 12 എണ്ണത്തിൻ്റെ ആവശ്യമായിട്ട് വന്നുള്ളൂ. എത്രത്തോളം നീളമുണ്ടോ അത്രത്തോളം നമ്മൾ എടുക്കണം കേട്ടോ. ശരിക്കും ഞാനിവിടെ 2 എണ്ണമായിട്ട് ചെയ്തെടുക്കണത്. ഒരെണ്ണത്തിനകത്ത് 6ഉം മറ്റേതിനകത്ത് 6. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നൂലാണ്. നമുക്ക് ആവശ്യമുള്ള അത്ര നീളത്തിൽ ആ നൂല് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം എടുത്തിട്ട് അത് തിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പശ വെച്ച് കൊടുക്കാം കേട്ടോ. പശ തേച്ചിട്ട് അത് അങ്ങനെ തന്നെ തിരിച്ച് വെച്ചിട്ട് ആ നൂലിലോട്ട് ഈ കാണിക്കുന്ന പോലെ ഒട്ടിച്ച് കൊടുത്താൽ മതിയേ. ഒട്ടിക്കുമ്പോൾ ഒരു മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് പുറകോട്ടേക്കായിട്ട് മടക്കി വെച്ച് കൊടുക്കണേ. എന്നാലോട്ട് അത് നന്നായിട്ട് ഒട്ടിരിക്കുള്ളൂ ഇവിടെ. നമ്മളത് നന്നായിട്ട് അമർത്തി വെക്കണം കേട്ടോ ഒട്ടിക്കുമ്പം. അങ്ങനെ ആ ഒരു നൂല് മൊത്തം നമ്മളിങ്ങനെ ചെയ്തെടുക്കണേ. അതുപോലെ തന്നെ നമ്മൾ വേറൊരു നൂല് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ 2 എണ്ണമായിട്ട് ഇതുപോലെ ഉണ്ടാക്കണത്. ഇത് ഒത്തിരി ചെയ്തെടുക്കണ കുറച്ച് ഓവറായിപ്പോട്ടോ. 2 മൂന്നൊക്കെ ചെയ്തെടുക്കാനായിട്ടോ ഭംഗി. നമ്മളിവിടെ 2 എണ്ണമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയായിട്ട് നമ്മൾ വാളിലൊട്ടിച്ചാൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് വാളിലൊട്ടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.